ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന മാസം, ദിവസം, സമയം, അതേപോലെ തന്നെ ഭൂമിയിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ, സമയങ്ങൾ, സന്ദർഭങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിലെ മനുഷ്യർ ഇവരെല്ലാം ഒരുപോലെയല്ല. ഓരോന്നിനും വ്യത്യസ്തമായ പദവികളും ദറജകളുമുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ കാണുന്ന 5 വിരലുകളും എല്ലാം ഒരുപോലെയല്ലല്ലോ, അല്ലേ? നമ്മുടെ കയ്യിൽ കാണുന്ന 5 വിരലുകളും വലിപ്പത്തിലും വണ്ണത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റമാണ്. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഓരോ കാര്യം വരുമ്പോൾ അതിന് പറ്റാവുന്നവരെയാണ് മുന്നിലേക്ക് നിർത്തുക, അല്ലേ? നിങ്ങൾ നോക്കേണ്ടി, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായാൽ എനിക്ക് ഞാൻ കാണിച്ചു തരാനിട്ട് ഈ വരല ഉപയോഗിക്കുക, അല്ലാതെ എന്നെ ഞാൻ കാണിച്ചു തരാനിട്ട് ഇതല്ല, അല്ലേ? അപ്പോ ഓരോന്നിനും എന്താണ് അതിന്റെ സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ നോക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ബെല്ലാണ്ട് ചൂണ്ടുമ്പം ആരെങ്കിലും ഇതുവരെ ഇത് ചൂണ്ടി ചോദിക്കണം, അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? അത് ഓരോന്നിനും പറ്റിയ ആളുകളെ അതാത് സ്ഥലത്തേക്ക് നിശ്ചയിക്കുക, നിർണയിക്കുക, അങ്ങനെയാണ്. അപ്പോ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നിങ്ങൾ ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി, 3 മാസങ്ങളെ പ്രത്യേകമായി പറഞ്ഞു. അല്ലാഹു തആല ആഖിറം രക്ഷപ്പെടാൻ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഒരു തോത് വെച്ചുകൊണ്ട് പൊതുവെ നമുക്കൊരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താ? നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു തആല 1-ന് 10 തരും. അല്ലാഹു നമുക്ക് ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ. നിങ്ങൾ ആമീനൊക്കെ ഒരു വയന്നും കൊണ്ടാണ്, നല്ലോണം എന്തെങ്കിലും ചെല്ലിക്കോളി. നാളെ ആരോ പറഞ്ഞ ആ കുഞ്ഞാമീന്റെ ഭാഗത്തുനിന്ന് വലത്തെ ഭാഗത്തെ മലക്ക് പോയോലോ. അപ്പൊ എന്താ, ഇടത്തെ ഭാഗത്തെ ആള് എഴുതി തന്നെ എന്തെങ്കിലും ഒരു ഖൈർ പറഞ്ഞെങ്കിലല്ലേ വലത്തെ ഭാഗത്തെ ആൾക്ക് എഴുതാൻ കിട്ടുള്ളൂ. അപ്പൊ ഒന്നും കിട്ടായിട്ട് മുപ്പര് പോയി എന്ന് അറിഞ്ഞിട്ട് ഞാൻ അതിന് സെനദുണ്ടോന്നൊന്നും ചോദിക്കണ്ട, അതൊക്കെ ഒരു മാമാന്റെ ഹദീസിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പൊ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു തആല എന്ത് തരും? ഒരു മിനിമം പ്രതിഫലം. എന്താണത്? വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഓരോ നന്മക്കും 1-ന് 10 തരും. 1-ന് 10. പക്ഷെ 1-ന് 10 എന്നേ പറഞ്ഞതുള്ളൂ. അത് എവിടുത്തെ 10ആണ്? നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ 1-ന് 10 എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യന്റെ 10 കിട്ടും. അത് ഒരു വെള്ളിയാഴ്ച രാവിനോ തിങ്കളാഴ്ച രാവിനോ ഒക്കെ ആകുമ്പം 10 അതന്നെയാണ്, പക്ഷെ ഒന്ന് വ്യത്യാസപ്പെടും. അത് പള്ളിയിൽ വെച്ചാകുമ്പോഴും 10 അതന്നെയാണ്, ഒന്ന് വ്യത്യാസപ്പെടും. അത് നമ്മൾ റജബിൽ ചെയ്യുമ്പോഴും 10 അതന്നെയാണ്, ഒന്ന് വ്യത്യാസപ്പെടും. അത് ഷഅബാനിൽ ചെല്ലുമ്പോഴും 1-ന് 10 തന്നെയാണ്, പക്ഷെ ഒന്ന് വ്യത്യാസപ്പെടും. എന്താ വ്യത്യാസം? നമ്മളെ ഇവിടുന്ന് ഇപ്പൊ ഒരു 10,000 ഉറുപ്പിക നമുക്ക് കിട്ടിയാൽ അത് ചില്ലറയാക്കിയാൽ എത്ര ഉണ്ടാവും? 16 ചില്ലറയാക്കാം 10,000 തന്നെ ഉണ്ടാവുള്ളൂ, അല്ലേ? ആ സമയത്ത് ഒരു 10,000 സൗദിന്ന് കിട്ടിയാൽ, സൗദി റിയാല് ഒരു 10,000 കിട്ടിയിട്ട് അത് മോങ്ങം ബൈക്കിന് ചവിട്ടിയാ ഇവിടെ വന്നാൽ എത്ര ഉണ്ടാവും? അപ്പൊ 10 തന്നെയാണ്. വ്യത്യാസം വന്നില്ലേ? കണ്ടോ നിങ്ങൾ? അത് $10,000 കിട്ടിയതെങ്കിൽ അത് അങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ 10 എന്ന് പറഞ്ഞാൽ റെഡി തന്നെയാണ്. പക്ഷെ 10-ന് ഒരു മൂല്യനിർണയത്തിൽ വലിയ മാറ്റമുണ്ട്. ഒരൊറ്റ സമയത്ത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ, മിനിഞ്ഞാന്ന് മുതൽക്ക് വേൾഡ് മാർക്കറ്റിലെ സാമ്പത്തിക മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അദാനി എത്ര ഡിഗ്രിക്കാണ് താഴെ നിൽക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇന്ത്യ രാജ്യത്ത് ചോര കുടിച്ച് സാധുക്കളെ അങ്ങനെ കീഴ്പ്പെട്ടും മറ്റൊരു മേപ്പെട്ടു. ഇപ്പൊ കണ്ട നിങ്ങൾ, ഒരു മൂല്യനിർണയത്തിൽ എവിടേക്ക് പോവുകയാണ്? വളരെ താഴോട്ട് പോവുകയാണ്. എന്ന പോലെ ആഖിറത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ മൂല്യനിർണയം വരുമ്പോൾ റജബിൽ ചെയ്തിരിക്കുന്ന അമല്, ഷഅബാനിൽ ചെയ്തിരിക്കുന്നത്, റമളാനിൽ ചെയ്തിരിക്കുന്നത്, അത് തന്നെ ഒറ്റ രാവുകളിൽ റജബുൻ ഷഹ്റുല്ലാഹ് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ്. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ഔസുൽ ആലം റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആ പഠിപ്പിച്ചതിന്റെ അർത്ഥം? ഒരു കർഷകൻ
ഭൂമിയിൽ കൃഷി ഇറക്കുമ്പോൾ ആദ്യം വിത്ത് പാകപ്പെടുന്ന രീതിയിൽ കൃഷിക്ക് പറ്റിയ സ്ഥലത്ത് കൃഷി ചെയ്യണം. എൻ്റെ നിലമ്പൂരിൽ കൂടെ ഒക്കെ റബ്ബറിന്റെ ഏരിയയാണ്, അവിടെ തേക്കിന്റെ ഏരിയയാണ്, അവിടെ അതാണ് നല്ലത്. കുറച്ചും കൂടിയാണ് മേലൊക്കെ ചുരം കയറി അവിടെയൊക്കെ ചായത്തോട്ടാണ്, അവിടെ അതാണ് നല്ലത്. വേറെ സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ ഈ കൊടുക് ഭാഗത്തേക്കൊക്കെയാണ് പോയാൽ കാപ്പിയും ഓറഞ്ചും ഒക്കെയാണ് അവിടുത്തെ കൃഷി. നമ്മുടെ നാടുകളിലൂടെ പാലക്കാട് അങ്ങോട്ട് പോയാൽ മുഴുവനും നെൽകൃഷിയാണ്. ഓരോ സ്ഥലത്തേക്ക് എവിടെ കൃഷി ചെയ്യുകയാണെങ്കിലും ഭൂമി പാകപ്പെടുത്തണം, വേണ്ടേ അല്ലേ? എന്നിട്ട് അതിൻ്റെ എന്ന പോലെ ആഖിറത്തിലേക്കുള്ള കൃഷി ചെയ്യാൻ റജബ് മാസത്തിൽ നമ്മുടെ മനസ്സാകുന്ന ഭൂമി നല്ല പോലെ പാകപ്പെടുത്തണം. എങ്ങനെ പാകപ്പെടുത്തല്? നമ്മൾ ജ്യേഷ്ഠനോ അനുജനോ ഉമ്മയോ വാപ്പയോ ഇളച്ചിയോ മൂത്തച്ചിയോ കൂറ് കച്ചവടക്കാരോ മറ്റോ മുതലാളിയും തൊഴിലാളിയോ അയൽവാസിയോ ഏതെങ്കിലും വിഷയത്തിൽ മാനസികമായ അകൽച്ച, മനസ്സുകൊണ്ടുള്ള പിണക്കം, അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ മറ്റേ ആളോട് വെറുപ്പ്, വിദ്വേഷം, കുയിന്ത്, പോര്, ഇങ്ങനെയൊക്കെ പലതും ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവ് കളവ് പറയും, നമ്മുടെ മനസ്സ് എന്ത് പറയും? വേണ്ടാത്തത് ചിന്തിപ്പിക്കും. അപ്പൊ നമ്മുടെ മലീമസമായ ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ കൃഷി ചെയ്തിട്ട് കാര്യമല്ല. ഭൂമി നന്നാകാതെ കൃഷി ചെയ്തിട്ട് കാര്യമല്ല. അതാണ് റജബുൻ ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമിതാ. ആഖിറത്തിലേക്കുള്ള വിത്തുകളെ കൂട്ടത്തിൽ രാജാവായ വിത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫലമ്മാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹുൻ നിദായ സയ്യിദർ റസൂലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയാതി തുബ്ദഊ. 7 ആകാശവും ബൈത്തുൽ മഅമൂറും സിദ്റത്തുൽ മുന്തഹായും മറ്റു വേണ്ടുക വെച്ച ഇടങ്ങളൊക്കെ കഴിഞ്ഞു. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ലോകത്തെത്തിയപ്പോൾ ഹബീബും വമഹബൂബുൻ അള്ളാഹുവും റസൂലും മാത്രം. അവിടെ വെച്ചുകൊണ്ട് മുത്തുനബിന്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തു. ഇതാ, ഈ വിത്ത് കൊണ്ടേക്കോളി, ഇത് നിങ്ങളെ ഉമ്മത്തികൾക്ക് സ്വർഗത്തേക്ക് എത്താനുള്ള വരുമാനമാണ്. ആ വിത്താണ് കൊടുത്തു നിസ്കാരം അല്ലേ? ആ വിത്ത് പിന്നെ മുളച്ച് ഇങ്ങനെ പൊന്തി നോക്കുമ്പോൾ അത് റവാത്തിബ് സുന്നത്തായിട്ട്, ദുഹാ സുന്നത്തായിട്ട്, വിത്തർ സുന്നത്തായിട്ട്, തഹജ്ജുദ് സുന്നത്തായിട്ട്, പെരുന്നാൾ നിസ്കാരമായിട്ട്, മയ്യത്ത് നിസ്കാരമായിട്ട്, പിന്നെ ആ വിത്ത് ഇങ്ങനെ മുളച്ചിട്ടുണ്ടായി അല്ലേ? ആ വിത്ത് നൽകി. അപ്പോ റജബ് മാസത്തിൽ വിത്തിറക്കാൻ പാകപ്പെട്ട രൂപത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് നന്നാക്കണം. ആരുമായി കൽബുമുണ്ട് അകന്നു നിൽക്കുന്നുണ്ടോ? ഒരു സാധനത്തിന്റെ മൂല്യം നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ നോക്കിയും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ അമാന, വിശ്വസ്തത എന്നതാണ്. അമാനത്ത് എന്നത് വലിയ ഒരു സ്വത്താണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോ, ഞാനിപ്പോ വീട്ടിൽ എന്റെ പോക്കറ്റിൽ പണമുണ്ട്, മറ്റു പല റെക്കോർഡുകളുമുണ്ട്, പല രേഖകളുമുണ്ട്, ഇതൊക്കെ എന്റെ പോക്കറ്റിലുണ്ട്. പല കമ്മിറ്റിയുടെ സാധനങ്ങളുണ്ട്, ഏതെല്ലാം ജില്ലാ കമ്മിറ്റിയുടേത്, സ്റ്റേറ്റ് കമ്മിറ്റിയുടേത്, അതേപോലെ തന്നെ മറ്റു സ്ഥാപന കമ്മിറ്റിയുടേത്, പല റെക്കോർഡുകളും ഉണ്ട് നമ്മുടെ പോക്കറ്റിൽ. ഈ ഷർട്ട് എൻ്റെ വീട്ടില്, അത് നമ്മുടെ ഷർട്ട് കൊളത്തിടുന്നിടത്ത് അവിടെ കൊളത്തിടാൻ എനിക്കൊരു അമാനത്ത് വേണം. എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസം വേണം, എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസം വേണം. ഞാനിതവിടെ കൊളത്തി വെച്ചിട്ട് പെണ്ണുങ്ങൾ രാത്രി മെല്ലെ ഞാൻ ചെന്ന് ഉറങ്ങി വീഴുമ്പോൾ തന്നെ ഓൾ അതിന്ന് ഒരു കടലാസ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി, അതിനെടുത്ത മറ്റേ നോട്ടെടുത്തിങ്ങാണ്ട് ഇങ്ങോട്ട് മാറ്റി. നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ ഭാര്യ നമ്മളെ ചതിക്കുന്നതായാൽ, വിശ്വസിക്കുന്ന മക്കൾ നമ്മളെ അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഒരു വിലയുമില്ല. നിങ്ങൾ നോക്കി, ഒരാളെ കൈ നമ്മൾ മുറിച്ചു പോയി നോക്കാം, ഒരാളെ കൈ നമ്മൾ വെട്ടി മുറിച്ചു, എന്നാൽ അതിന് കോടതി വിധി കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഇപ്പൊ 25 ലക്ഷം അതിന് വില കാണും. 25 ലക്ഷം നഷ്ടപരിഹാരം. അതേ സമയത്ത് നമ്മൾ 2500 രൂപ കളവ് നടത്തിയാൽ മതി, ഓന്റെ കൈ മുറിക്കാൻ പറ്റും. 25 ലക്ഷത്തിന്റെ മൂല്യം വഞ്ചന നടത്തിയപ്പോൾ 2500 പോകുന്നത് ഇറച്ചിന്റെ വിലമക്കൾ താഴും. മനുഷ്യന്റെ വിലയുള്ളത് വിശ്വാസത്തിനും അമാനത്തിനുമാണ്. ഒരു വിശ്വാസവും അമാനത്തും എന്ന് പറയുമ്പോൾ അവന്റെ വില എത്രയാണ്? 25 ലക്ഷത്തിലേക്ക് അങ്ങോട്ട് ഉയർന്നു. വഞ്ചന നടത്തിയിട്ട് കളവ് നടത്തിയാൽ അവന്റെ കൈ മുറിക്കണം, അതിന് 2500 അപ്പൊ ഒരു പോത്തിനെങ്ങനെ കണ്ട അതിന്റെ വില എത്രയാണ്? നിങ്ങൾ പോത്തിനെങ്ങനെ നോക്കിയിട്ട് എത്ര ഉണ്ടാവും? 1.25 കിൻഡൽ ഉണ്ടാവും. ഇറച്ചിക്കാണ് വില, അമാനത്തിനല്ല.
വിശ്വാസത്തിനല്ല വില. ഒരു മനുഷ്യനെ വില കൽപ്പിക്കുന്നത് ഏതിനല്ല? ഇറച്ചിക്കല്ല വില കെട്ടേണ്ടത്, നമ്മുടെ അമാനത്തിനാണ് വില കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ കൂടേണ്ട അടുത്ത് കൂടുക, കൂട്ടേണ്ടവരെ കൂട്ടുക, ചേർക്കേണ്ടവരെ ചേർക്കുക. അതൊക്കെ വലിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്. ഇപ്പോ ഞാൻ ഇന്നിപ്പോ ഇവിടെ വരാമെന്ന് പറഞ്ഞു, ഇവിടെ കണ്ടില്ലെങ്കിൽ നാളെ എത്രയോ ആള് ഫോൺ ചെയ്ത് ചോദിക്കും, അല്ല ഉസ്താദ് നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ എന്തേ വരാതിരുന്നത്? നിങ്ങളെ സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരാരാ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളിൽ പ്രമുഖനാണ്. ആ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഉസ്മാൻ എന്നവരെ, ആ അഖബ ഉടമ്പടി നടക്കുന്ന പന്തലിൽ നിങ്ങളെ കണ്ടില്ലല്ലോ. അഖബ ഉടമ്പടി എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ സംഭവത്തിന് വേണ്ടി സാക്ഷിയായ കൂട്ടത്തിൽ നിങ്ങളെ കണ്ടില്ലല്ലോ. ആ ചോദ്യം കണ്ട നിങ്ങൾ ആരാ ചോദിക്കുന്നത്? അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള പ്രമുഖ സ്വഹാബിയാണ് അബൂ ഉബൈദ. മൂപ്പര് ആരോടാ ചോദിക്കുന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്. നൂറൈൻ എന്ന പദവി കിട്ടിയ ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നിങ്ങളെ അന്ന് അവിടെ കണ്ടില്ലല്ലോ. കണ്ട നിങ്ങൾ ഒരു സദസ്സിൽ കൂടുക, ചേരുക, കൂട്ടേണ്ടവരെ കൂട്ടുക, ചേർക്കേണ്ടവരെ ചേർക്ക്. അതിന് വലിയ പദവിയുണ്ട്, അത് വലിയൊരു പോയിന്റ് വർദ്ധിപ്പിക്കും. നമ്മൾ പറയലോ എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നായികക്കല്ലാണ്, വലിയൊരു ദർജയാണ്. എറണാകുളം സമ്മേളനത്തിന്റെ സ്റ്റേജിലുണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ദർജയാണ് അല്ലേ? അതാ അപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അന്ന് കാണാതിരുന്നത് തക്കതായ കാരണമുള്ളത് കൊണ്ടാണ്. മക്കത്തുൽ മുക്കറമയിൽ പ്രശ്ന കലുഷിതമായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഒതുക്കി സമാധാനിപ്പിച്ചിങ്ങനെ നിർത്തണമെങ്കിൽ ഒരു സമാധാനമുള്ള ആളെ നിയമിക്കാൻ പറ്റുള്ളൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ എപ്പോഴും ഒരു സൗമ്യനാണ്, ഒരു സമാധാനിയാണ്, ഒരു പുഞ്ചിരി, അധിക സംസാരമില്ല. പ്രശ്നങ്ങളൊക്കെ തലകുത്തി മറിയുമ്പോഴും ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ നിത്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങളെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ടവരെ ഭരണീയർക്കിടയിൽ പല പ്രശ്നങ്ങളും ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ആ കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ഈത്തപ്പനത്തോട്ടത്തിൽ പോകും. ആ ഈത്തപ്പനത്തോട്ടത്തിൽ പോയിട്ട് ബഹുമാനപ്പെട്ടവർ തോട്ടത്തിന് സുഗമമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ ഈത്തപ്പനത്തോട്ടത്തിൽ ആ കൃഷി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല ഉസ്മാൻ എന്നവരെ, എന്താണ് നിങ്ങളെ കഥ? നിങ്ങളിപ്പോ ഈത്തപ്പനത്തോട്ടത്തിൽ തന്നെ നിൽക്കുക, ആളുകളൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഉസ്മാൻ എന്നവര് പറഞ്ഞു, യാ റബ്ബ്, ഈ ഈത്തപ്പനക്ക് കിട്ടേണ്ടത് സമയത്ത് കിട്ടണ്ടേ? ഓരോന്ന് കിട്ടേണ്ടത് സമയത്ത് കിട്ടുള്ളൂ, എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അല്ലാഹു റബ്ബി. പണ്ട് ഒരു ഡോക്ടർ അടുത്ത് രോഗി പോയി. ഡോക്ടർ അവിടെ ഇങ്ങനെ പരിശോധിച്ച് എല്ലാവരെയും അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റിന് വാർഡിൽ നോക്കുമ്പോൾ ഒരു 10-15 ആള് അഡ്മിറ്റിൽ കിടക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആ അഡ്മിറ്റിലുള്ള വാർഡ് കിടക്കുന്ന രോഗികളൊക്കെ നോക്കാൻ വേണ്ടി ഡോക്ടർ വന്നു. ഡോക്ടർ വാർഡിൽ കിടക്കുമ്പോൾ കൗത്തിലൊരു സ്റ്റെതസ്കോപ്പും അപ്പുറം 2 സിസ്റ്റർമാരും ഫയലും ഒക്കെ ആയിട്ടുണ്ട് വരികയാണ്. ഡോക്ടറെ കണ്ടുകൂടുമ്പം അഡ്മിറ്റിലുള്ള ഒരു രോഗി ആ മൂലക്കന്ന് പെട്ടെന്ന് അയാൾ നീച്ചിട്ട് കട്ടിൽമ കയറിയിട്ട് ഭയങ്കര ഇളക്കം. അപ്പൊ ഡോക്ടർ ഇതൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് ഓടിച്ചെന്നു. എന്തേന്ന് ചോദിച്ചു. അതൊന്നുമില്ല സാറേ, ഇന്നലെ രാത്രിക്കത്തെ മരുന്ന് കുലുക്കി കുടിക്കാൻ മറന്നുപോയി, നിങ്ങളെ കണ്ടപ്പോൾ ഓർമ്മയായപ്പോ കുടിച്ചു കുലുങ്ങുകയാണ്. അല്ലാഹു റബ്ബി, ഇങ്ങനെയുണ്ട്. ഇന്നലെ രാത്രി കുലുക്കിയിട്ട് കുടിച്ചണ്ടി ഞാൻ മൂപ്പരിപ്പോ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഓർമ്മയായത്. അപ്പോഴാണ് കട്ടിൽമ കാര്യങ്ങാണ്ട് കുടിച്ചു കുലുങ്ങണത്. ഇങ്ങനെ എപ്പോഴെങ്കിലും കുലുക്കിയിട്ട് കാര്യമില്ല, അത് കുടിച്ചുമ്പോൾ തന്നെ കുലുക്കി കുടിച്ചണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കിട്ടേണ്ടതും പറയേണ്ടതും ചെയ്യേണ്ടതും സമയാസമയങ്ങളിൽ അതിന്റെ കൃത്യമായ രൂപത്തിൽ. അതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെടിക്ക് വെള്ളം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കണം. അത്ര സൗമ്യനാണ് ബഹുമാനപ്പെട്ടവർ. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രണ്ടാമതും ചോദിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രണ്ടാമത് ചോദിച്ചു, അല്ല ബദർ സമര പന്തലിലും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കുട്ടികളോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, ബദർ യുദ്ധം എന്ന് ആരും പറയരുത്. യുദ്ധം എന്ന പ്രയോഗം തന്നെ ഒരു തീവ്രവാദമാണ്. യുദ്ധം എന്ന വാക്ക് തന്നെ ഒരു ഭീകരതയാണ്. ബദർ യുദ്ധം എന്ന് എങ്ങനെയാണ് പ്രയോഗിച്ചു വന്നത് എന്ന് അറിയില്ല.
പഴമക്കാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നെ എങ്ങനെയാണ്? ബദർ പട, ബദർ പടപ്പാട്ട് അല്ലേ? പട എന്ന് പറഞ്ഞാൽ സമരം എല്ലാ കാലത്തും ഭൂമിയിൽ നിലനിൽക്കും. എല്ലാ ഭരണഘടനയും സമരത്തിന് ചെയ്യും. സമരം നടക്കണം, സമരം നടക്കുകയും ചെയ്യും. ഭൂമിക്ക് അള്ളാഹു തആല ഒരു കുട്ടിനെ ജനിപ്പിക്കുമ്പോൾ തന്നെ കുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാ വരുന്നത്. അങ്ങനെയാണല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുട്ടി ഭൂമിയിൽ വന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി ഓടുമ്പോൾ കുട്ടി ഒന്ന് കരഞ്ഞു. പിന്നെ കുട്ടിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആ മുദ്രാവാക്യം കാണാം നമുക്ക് അല്ലേ? കുട്ടിക്ക് മുലപ്പാലിന് പൂതി വന്നാൽ അപ്പ കുട്ടി കരയും. കുട്ടിക്ക് മൂത്രം വയ്ക്കണം തോന്നിയാൽ അപ്പ കരയും. കുട്ടിക്ക് എറുമ്പ് കടിച്ചാൽ അപ്പ കരയും. കുട്ടിക്ക് നല്ലോണം വിശന്നാൽ അപ്പ കരയും. ആ കരച്ചിന്റെ സ്വരമാധുര്യം കേട്ടാൽ, സ്വരവ്യത്യാസം കേട്ട കരച്ചിലൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒക്കെ ഒരേ മാതിരി. പക്ഷെ നൊന്ത് പ്രസവിച്ചിരിക്കുന്ന ഉമ്മ, അങ്ങനെ വേദന സഹിച്ച് പ്രസവിച്ച അമ്മ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്തിട്ടെടുക്കുന്ന കുട്ടിയും പ്രസവിച്ച് വരുന്ന കുട്ടിയും തമ്മിൽ വലിയ മാറ്റമുണ്ട് എന്നാണ് ശാസ്ത്ര പഠനം തെളിയിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചില്ലേ? നമ്മളെ പത്രങ്ങൾ എഡിറ്റോറിയലായിട്ട് എഴുതിയല്ലോ. ഓപ്പറേഷനിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയും പ്രസവിച്ച കുട്ടിയും തമ്മിലുള്ള മാറ്റം എന്താ അറിയോ? വേഗം ഒരു നാടൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്താ? വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ കുട്ടിനെ വിളിച്ചു മോനെ. ആ വിളിന്റെ ഒപ്പം ഓൻ എവിടെയാണെങ്കിലും മോനെ എന്ന് വിളിച്ചപ്പോ കുട്ടി ഓടി എവിടെ എത്തി? വാപ്പാന്റെ അടുത്ത് എത്തി. അത് പ്രസവത്തിലെ കുട്ടിയാണ്. വേറെ കുട്ടിനെ വാപ്പ വിളിച്ച് മോനെ എന്ന് വിളിച്ചു. ഓൻ എവിടെയാണോ അവിടുന്ന് ആന്ന് പറഞ്ഞു. അതന്നെ, അതിനാണ് പ്രസവത്തിലും ഓപ്പറേഷനിലുള്ള മാറ്റം. അതാ ലോകാരോഗ്യ സംഘടന പറയണത്, നമ്മളെ പ്രസവത്തിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട തോത് 8% വർദ്ധിക്കരുത്. 8% താഴെയാണ് ഓപ്പറേഷൻ വരുന്നത്. പക്ഷെ കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൂടി, നമ്മളാണിച്ചാൽ ബേജാറ് നമ്മൾക്കും കൂടി. അതുകൊണ്ട് ഇപ്പൊ കേരളത്തിലെ ഓപ്പറേഷൻ കണക്ക് 38% ഉയർന്നിട്ടുണ്ട്. ഇത് നല്ലതല്ല. ഡോക്ടർ നമ്മളോട് പറഞ്ഞതാണ് എന്ത്? ഒരു 10-ാം തീയതി ഒക്കെ പ്രസവം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത് എന്തിനാ അറിയോ? നിങ്ങൾ ഇനി ഗൾഫിക്ക് പോകണ്ട, മറ്റേ ആൾ കുറച്ചൊന്ന് കാത്തുന്നുള്ളൂ, ഒരു ഒരുങ്ങാനാണ്, അല്ലാതെ 10-ാം തീയതി പ്രസവിക്കാനല്ല. നമ്മൾ 10-ാം തീയതി ആയപ്പോൾ തന്നെ 8-ാം തീയതിക്ക് തന്നെ ബേജാറ് തുടങ്ങി. പെണ്ണിൻ്റെ പേരക്കാർക്ക് അങ്ങനെ, ആണിൻ്റെ പേരക്കാർക്ക് ഇങ്ങനെ. അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് ആയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിന്നാൽ പണ്ട് കണാരിനെയും കൊണ്ട് നോൽമ്പുറക്കാൻ പോയ മാതിരിയാണ്. 5 മണിക്ക് തുടങ്ങിയിരിക്കണം, ബാങ്കിനായില്ലേ ശരി. ഓന് നോൻപറക്കം കൊണ്ടുപോയതല്ലേ ബുദ്ധിമുട്ട്, മനസ്സിലായോ? നോമ്പറക്കാൻ പോകുമ്പോൾ ഓനെ കൊണ്ടുപോകണ്ടല്ലോ, അവന് വേറെ ആരെങ്കിലും കൊണ്ടുപോയാൽ പോരെ. അപ്പൊ ഇവനിത് വാങ്ങി കൊടുക്കണത് എപ്പോഴാന്നുള്ളത് അറിയില്ലോ. ഓന് വിശപ്പേരിൽ തുടങ്ങി. 5:30 ചോദിച്ചു ആയില്ലേ മുഹമ്മദ്? 5:45 പിന്നെയും ചോദിച്ചു ആയില്ലേ? എന്ന മാതിരി നമ്മളിതിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയ ഡോക്ടറോട് ആയില്ലേ സാറേ എന്ന് ചോദിച്ചാൽ പിന്നെ ഓലെന്താക്കിയനെ നമ്മളെ ഈ ബേജാറ് കണ്ടപ്പോ പിന്നെ ഡോക്ടർമാർക്കും തന്നെ എന്താണ് ഈ പാതിരാക്ക് ഉറക്കൊഴിച്ചാൽ നിൽക്കണ്ടല്ലോ, പകലനൊക്കെ ഓപ്പറേഷൻ ചെയ്താണ് കഴിഞ്ഞുകൂടിയ ഒരു കുറത്തായി. മനസ്സിലായി? നമ്മളൊക്കെ പ്രസവിച്ചുണ്ടായത് തന്നെയാണ്. നിങ്ങളിങ്ങനെ ബേജാറ് കൂട്ടാൻ നിൽക്കണ്ട. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഓരോന്നിനെ ആ ടൈമിൽ അള്ളാഹു തആല നിശ്ചയിച്ചത്. ഞാൻ പറഞ്ഞത് ഡോക്ടറെ കാണിക്കണ്ടെന്നോ ആരും അതിനൊന്നും പോകണ്ടെന്നല്ല. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോന്നും ബദർ സമര പന്തൽ, ബദർ സമരമാണ്, ബദർ പടപ്പാട്ട് സമരമാണ്. ആ സമരം കണ്ടെങ്കിൽ കുട്ടി ഗർഭാശയത്തിന് പുറത്തേക്ക് വന്നാൽ കുട്ടി എന്ത് ചെയ്യും? കുട്ടി കരയും. കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ ഉമ്മാക്ക് മനസ്സിലാകും അത് അമ്മിഞ്ഞപ്പാലിനുള്ള കരച്ചിലാണ്. കുറച്ച് കഴിഞ്ഞ് കുട്ടി കരഞ്ഞാൽ അപ്പം ഉമ്മാക്ക് മനസ്സിലാകും കുട്ടിക്ക് മൂത്രമൊഴിക്കാനയക്കണേ. കുട്ടി രണ്ടാമതൊന്ന് പിന്നെയും കരഞ്ഞാൽ ഉമ്മക്ക് ഇങ്ങനെ നോക്കി, എന്താ ഇപ്പൊ കുട്ടി കരയണത്? അപ്പൊ കുട്ടിനെ ഉറുമ്പടിച്ചിക്കണ്. അതാണ് മനസ്സിലായോ? കുട്ടിക്ക് ഒരു ജാതി ഒരു കരച്ചിൽ, ഒരു ചീച്ചിലുമായ മാതിരി ഒരു കരച്ചിൽ ഇങ്ങനെ. അപ്പൊ ഉറപ്പാണ് ഉമ്മ പറയും കുട്ടിക്ക് ഒരു പാൽക്കായം കൊടുക്കണം, വയറുവേദന ഉണ്ട് എന്നാ തോന്നുന്നത്. മുദ്രാവാക്യം മുഴക്കുക, സമരം ചെയ്യുക, അത് എക്കാലത്തും ഉണ്ടാവും. അത് വേണാനും. അതേ സമയത്ത് യുദ്ധം എന്ന് പറഞ്ഞത് അല്ല. ഇസ്ലാമിൽ നടന്നതൊക്കെ ഏതാണ്? ഉഹദ് സമരം, ബദർ സമരം. മുതല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ ആരും പേടിപ്പിച്ചാൽ നിൽക്കണ്ട. അത് ഇസ്ലാം ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ ഉണ്ടായത് എങ്ങനെയാണ്? പ്രതിരോധ സമരമാണ്. നിങ്ങൾ നോക്ക്, നബിതങ്ങളും സ്വഹാബാക്കളും മദീനത്താണ്. 450 കിലോമീറ്ററാണ്. മക്കത്തുൽ മുക്കറബയിൽ നിന്ന് അബൂജഹൽ പുറപ്പെട്ടു, അപ്പുറത്തുനിന്ന് അബൂ സുഫിയാൻ പുറപ്പെട്ടു. അവര് വന്ന് എവിടെയാണ്? റസൂലുള്ള മദീനത്ത് താമസിക്കുന്നോട് തന്നെ ഉണ്ട്. ഇവരൊക്കെയാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോ ഒരു രാജ്യത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി ചെന്നാൽ പ്രതിരോധിക്കുക. ഇന്ത്യ അതിർത്തിയിൽ മുഴുവനും കരസേനയും വ്യോമസേനയും നാവികസേനയും ഉണ്ട് എന്ന പോലെ എല്ലാ സ്ഥലത്തും സേനകളുണ്ട്. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്, ബദർ സമരം. ആ സമരപന്തലിൽ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്,
തീർച്ചയായും ബദർ സമര പന്തലിലും നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, അന്ന് എന്നെ കാണാതിരുന്നത് എനിക്ക് നല്ല കാരണമുള്ളത് കൊണ്ടാണ്. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? എന്റെ ഭാര്യ റുഖിയ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളാ റുഖിയ ബീബി റളിയല്ലാഹു അൻഹക്ക് തീരെ സുഖമില്ല, വല്ലാത്ത അസുഖത്തിലാണ്. അപ്പോ ഭാര്യക്ക് അത്ര സുഖമില്ലാതിരിക്കുമ്പോൾ ഭർത്താവ് കൂടെ നിൽക്കുക, അതാണ് സമരത്തിന് പോകുന്നതിനേക്കാൾ അഫ്ളല്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഗൾഫിലേക്ക് ഇങ്ങനെ പോണ സമയം, നാളെ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ റെഡിയാണ്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു രോഗം. സ്വാഭാവികമായിട്ട് നമ്മൾ യാത്ര നിർത്തിവെക്കും. അത് മനുഷ്യന്റെ ഒരു ധർമ്മമാണ്. ബഹുമാനപ്പെട്ട റുഖിയ ബീവിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ ഭാര്യയുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ് ബദർ സമര പന്തലിൽ എന്നെ കാണാൻ സാധിക്കാതിരുന്നത്. അപ്പോ ഒരു പരിപാടിയിൽ കൂടേണ്ടവര് കൂടുക, കൂട്ടേണ്ടവരെ കൂട്ടുക, ചേർക്കേണ്ടവരെ ചേർക്കുക, അതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതേപോലെ നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരു സംഗതി ഏൽപ്പിച്ചാൽ അമാനത്ത് പൂർത്തിയാക്കുക. ഇദാ ദുയ്യഅത്തിൽ അമാനത്തു ഫന്തദിരി സഅ. അമാനത്ത് നഷ്ടപ്പെടുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഏൽപ്പിച്ചിരിക്കുന്നു. അതെന്തിനാണ്? ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾക്ക് അല്ലേ ഭക്ഷണം മറ്റൊക്കെ കൊടുക്കാനാണ്. ഞാനത് കുട്ടികൾക്കൊക്കെ പിന്നെ കൊടുക്കാൻ നിങ്ങാണ്ട് നമ്മളാണ് വേറെ ആവശ്യത്തിനെടുത്താലോ. ഒരു സംഗതിക്കും ഒരു പോസ്റ്റ്മാൻ എന്താണ്? കത്തും കൊണ്ട് പോവുകയാണ്. പണ്ട് നടക്കണല്ലോ കത്തും കൊണ്ട്. പോസ്റ്റ്മാൻ ഈ കൊടയും ചൂടി നടന്ന് കുറേ നടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു തോടിന്റെ പക്കത്തെത്തി. തോട്ടിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ അക്കരെ കടന്നിട്ട് തോട് കടക്കണം. കുറച്ച് കാത്തു നിന്നാണ്ടാണ് പിന്നെ തോട്ടിൽ വെള്ളം കുറച്ച് കുറഞ്ഞു. തോടും കൂടി അക്കരെ കടന്നപ്പോൾ അതിന് പോസ്റ്റ്മാൻ പറ്റ കുഴങ്ങി. ഇനിയിപ്പോൾ ഈ പെര എവിടെയാന്ന് ചോദിച്ചു. കത്തവിടെ ഏൽപ്പിക്കൊള്ളാം. അപ്പോ അവിടെ നോക്കിയ ആൾക്കാർ പറഞ്ഞു, ആ കുന്നിന്റെ മുകളിൽ അപ്പുറത്ത് കത്താൻ അവിടെയാണ്. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ ഈ പോസ്റ്റ്മാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനിയും കുറെ നടക്കുള്ളൂ. അപ്പൊ പോസ്റ്റ്മാൻ വിചാരിച്ചു ഏതായാലും ഇപ്പൊ ഈ കത്തിരി എന്താ ഉള്ളതെന്ന് പൊട്ടിച്ചു നോക്കുക, അർജന്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആക്കാതെ. ഇവൻ കുഴങ്ങി അവിടെ ഇരുന്നങ്ങാണ്ട് കത്ത് പൊട്ടിച്ചു നോക്കുമ്പോ അതിലുണ്ട് എന്താ, തുടക്കത്തിൽ തന്നെ എന്താ ഉള്ളത്, ഇവിടെ നല്ല സുഖമാണ്, അതിലുപരിയായി നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോഴാണ് പോസ്റ്റ്മാൻ ആലോചിച്ചത്, ഓനിക്ക് അവിടെ നല്ല സുഖം, ഇവൻ ഇവിടെ നല്ല സുഖം, ഞാൻ ഇതിൻ്റെ അടിയിൽ കിടന്ന് അടങ്ങാറാകുള്ളൂ. ഞങ്ങൾ പോസ്റ്റ്മാൻ അപ്പോഴാണ് ഇത് ആലോചിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അത് പോസ്റ്റ്മാൻ കത്ത് പൊട്ടിച്ചു നോക്കിയിട്ട് അമാനത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. പോസ്റ്റ്മാന് ഏത് പൊട്ടിക്കാൻ പറ്റില്ല, ഇത് അർജന്റ് ഉണ്ടോ അല്ലേ നോക്കാൻ വേണ്ടി. ഒരു സംഗതിക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ അത് പോസ്റ്റ്മാന്റെ സംസാരം എത്ര അവിടെ കൊണ്ട് ഏൽപ്പിക്കാന്നുള്ളത്. അത് പൊട്ടിച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ നോക്കാനല്ല, അത് അമാനത്തിനെതിരാണ്. അമാനത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ വലിയ മൂല്യമുള്ള സംഗതിയാണ്. അമാനത്ത് ഇല്ലേ വിശ്വാസികളുടെ വില വളരെയധികം നഷ്ടപ്പെട്ടു. അതാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമാനത്താണ് നിലനിർത്തിയത്. നോക്കൂ നിങ്ങൾ, നബി തങ്ങൾ കുട്ടിയാകുന്ന സമയം മുതൽ റസൂലുള്ളാഹിനെ നാട്ടുകാർ വിളിച്ചത് അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. അതാണല്ലോ. ഇപ്പൊ ശക്തമായ എതിരാളികൾ ഉള്ള സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്കൊക്കെ വിശ്വാസമാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കണം. വിശ്വാസ വഞ്ചന എന്ന് പറയുന്നത് മനുഷ്യന്റെ വില ഇറച്ചിന്റെ വിലയിലേക്ക് താഴുന്ന കാര്യമാണ്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിക്ക് വഹി കൊണ്ടുവരുന്ന മലക്കാര അമീനാണ്. നസലൽ അമീനു മലക്ക് ജിബ്രീൽ, വിശ്വസ്തത എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാരോടായാലും ആലിമീങ്ങളോടായാലും നമ്മൾ തമ്മിലായാലും മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു റൂമിൽ 10 ആളുകൾ ഒരുമിച്ച് താമസിക്കണം. എല്ലാവർക്കും ഇന്ന് പണിക്ക് കൂലി കിട്ടിയിട്ടുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ ആ റൂമിലുള്ള എല്ലാവർക്കും വിശ്വസ്തത വേണം. എന്റെ പോക്കറ്റിൽ നിന്ന് ഒരാളും പണം മോഷ്ടിക്കുകയില്ല, ആരും ചതിക്കുകയില്ല, ആരും വഞ്ചിക്കുകയില്ല. കൂറുകച്ചവടക്കാർക്ക് പരസ്പരം ആ ബോധം വേണം. ഇതില്ലാതെ നമ്മുടെ ദുയ്യഅത്തിൽ അമാന, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കമ്മിറ്റിയും അതിന്റെ കടലാസുകളും അതിന്റെ രേഖകളും അതിന്റെ പണങ്ങളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ചതി നടത്തുക എന്നത് അത് ഈമാനിന് എതിരാണ്.
അത് ഈമാനിനെതിരാണ്. ഒരിക്കലും അങ്ങനെ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. ഇദാ ദുയ്യഅത്തിൽ അമാന, നിങ്ങൾ കണ്ടത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരാരൊക്കെയാണ്? വല്ലദീനഹും ബി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. വിജയിച്ച മുഅ്മിനീങ്ങളുടെ ലക്ഷണം എന്താണ്? അമാനത്ത് പൂർത്തിയാക്കും, അമാനത്ത് പൂർത്തിയാക്കും, വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കും. അണ്ടങ്ങൾ വാഗ്ദത്തങ്ങളും അമാനത്തുകളും ഒക്കെ പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ മൂല്യനിർണയത്തിൽ ഏറ്റവും ടോപ്പ് കാര്യമാണ്, ഏറ്റവും ടോപ്പ് കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടുക്കൽ ആരുമായും നമുക്കൊരു കമ്മിറ്റി കാര്യമായാലും ഒരു പൊതുകാര്യമായാലും ഒരു സ്വകാര്യ കാര്യമായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാന് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടെല്ലാം കുറഞ്ഞ കാലത്തെ ആയുസ്സാണ് നമുക്ക്. ആ ആയുസ്സിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് പറഞ്ഞു, റബ്ബേ, എനിക്ക് അധികാരമുണ്ട്, പാണ്ഡിത്യമുണ്ട്, നുബുവത്തുണ്ട്, എല്ലാം നീ തന്നിട്ടുണ്ട്. പക്ഷേ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ രാജപദവിയും അപൂർവമായ വിജ്ഞാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിലും മുസ്ലിമായി മരിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ചേർത്ത് തരണേ. സ്വാലിഹീങ്ങൾ ഒപ്പം നിൽക്കണമെങ്കിൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹു നമുക്ക് ആ മഹാഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, സ്വാലിഹീങ്ങളെ കൂടെ നിൽക്കാൻ കാതിക്കണം. നാളെ ആഖിറത്തിൽ വരുമ്പോൾ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ നിൽക്കുന്ന കൂട്ടത്തിൽ, ഔലിയാക്കൾ നിൽക്കുന്ന കൂട്ടത്തിൽ, ബദരീങ്ങൾ നിൽക്കുന്ന കൂട്ടത്തിൽ, അല്ലാ എത്ര മഹാന്മാര്, അവരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റണം. സ്വാലിഹീങ്ങളായ ആളുകൾ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആയുധം കൊണ്ടല്ല ഇസ്ലാം വളർന്നത്, മറ്റൊന്നുകൊണ്ടുമല്ല. ഇപ്പൊ നമ്മൾ ഖാജാ തങ്ങളുടെ അജ്മീർ ഖാജാ തങ്ങളുടെ ഉറൂസ് മുബാറക്ക് നടക്കാൻ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജാതി മതഭേദമന്യേ എല്ലാവരും അജ്മീർ ഷരീഫിലെത്തുകയാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ പല പ്രശ്നങ്ങളും, പള്ളി പൊളിക്കലും ബാക്കിയുള്ളതും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അജ്മീർ ഷരീഫിൽ എല്ലാ മതക്കാരും, എന്താ കാരണം? ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിൽ നിന്ന് സലാം ചൊല്ലി നബി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് കൽബുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിൽ ഇങ്ങനെ മഹബത്തിന്റെ ഇഷ്കിന്റെ ആ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഖാജാ തങ്ങളെ വിളിച്ചു, യാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീനെ, അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹാ ദാക മസ്കനുക വ മദ്ഫനുക. മുഈനുദ്ദീനെ, നിന്നെ ഞാൻ ഇന്ത്യ രാജ്യത്തേക്ക് നിയമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമായി നിങ്ങൾക്ക് നിൽക്കാം. രക്ഷാധികാരിയും അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ, ഇന്ത്യന്റെ ഭരണാധികാരിയും ഇന്ത്യന്റെ രക്ഷാധികാരിയും. അണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പുറപ്പെടാൻ എങ്ങനെ പോരും ഇന്ത്യയിലേക്ക്? എവിടെയാണ് അജ്മീർ ഷരീഫ്? ബഹുമാനപ്പെട്ടവർ റൗളയിൽ മയങ്ങി കിടന്നു. ആ കിടത്തത്തിൽ റസൂലുള്ള ഉറക്കത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാ മദീനയിൽ നിന്ന് പുറപ്പെട്ടു, ഇറാഖിലെത്തി, ഇറാഖിൽ നിന്ന് അതാ ഇറാനിലെത്തി, ഇറാനിൽ നിന്ന് അതാ അഫ്ഗാനിസ്ഥാനിലെത്തി, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാണ്ഡഹാറിലെത്തി, കാണ്ഡഹാറിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് നേരെ അജ്മീർ ഷരീഫിലെ ആ മരത്തിന്റെ തണൽ റസൂലുള്ള ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത റൂട്ടിൽ ഇങ്ങനെ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ വരുന്ന വഴിക്കെല്ലാം ആളുകളെ ദഅവത്ത് നടത്തിയിട്ടാണ് വരുന്നത്. ആളുകൾ ഇസ്ലാമിലേക്ക് ഒരു സ്ഥലത്ത് 4 ദിവസം താമസിച്ചാൽ അവിടെ ഒരു 25 ആളുകളെങ്കിലും മുസ്ലിമായിട്ടുണ്ടാകും. അത് ആയുധം കൊണ്ടല്ല, ബഹുമാനപ്പെട്ടവരുടെ ദുആ ഫലമാണ്, ബഹുമാനപ്പെട്ടവരുടെ വാക്കിന്റെ ഫലമാണ്. അങ്ങനെ ആളുകൾ ഓരോ സ്ഥലത്തും കൂടി സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ അജ്മീർ ഷരീഫിലേക്ക് എത്തിയപ്പോൾ 10-40ഓളം മുരീദുമാരുണ്ട്. അവരൊന്നിച്ച് അജ്മീർ ഷരീഫിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. സഹോദരിമാരെ, ബഹുമാനപ്പെട്ട റജബ് ഷഅബാനായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? റജബിൽ വിത്തിറക്കണം, ഷഅബാനിൽ അതിന് വെള്ളവും വളവും ചേർത്ത് കൊടുക്കണം. എന്നാൽ റമളാനിന്റെ ആദ്യത്തെ 10 പൂത്തുലച്ച് പാകമാകും, 2ാമത്തെ 10 മൂത്ത് പഴുത്ത് നിൽക്കും, 3ാമത്തെ 10 ആകുമ്പോൾ പഴുത്തതൊക്കെ പറിച്ചിട്ട് നല്ല പോലെ ശേഖരിച്ചാൽ 27ാം രാവിന്റെ ടോപ്പ് വിലക്ക് വിൽക്കാം. ഖാജാ തങ്ങൾ അവർകൾ വന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആദ്യം അഊദ് ഓതണം.
എന്തിന്? നമ്മൾ ഭക്ഷണം മറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് കുപ്പിളിക്കാം, ഒന്ന് കുപ്പിളിച്ച് വായു വൃത്തിയാക്കിയിട്ട് പിന്നെ വായ വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് ഇത് ഭക്ഷണം കഴിക്കൽ. അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ 2 കൈയും കഴുകുക, എന്നിട്ട് വായ ഒന്ന് വൃത്തിയാക്കുക. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ചങ്ങായി 3-4 ചപ്പാത്തി ഇങ്ങനെ പറിച്ച് കീറിയിട്ട് എൻ്റെ പിള്ളേക്ക് ഇട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ. കാരണം ഞാൻ കൈയൊക്കെ കഴുകി മട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. ഇപ്പം എപ്പോൾ കൈ കഴിയാതെന്ന് ആർക്കറിയാം? ഞമ്മക്ക് അങ്ങനെ സൽക്കരിക്കേണ്ട കാര്യമില്ല. ഒരു പെരീലുണ്ടായാൽ മതി. നമുക്ക് 2 കൈ അള്ളാഹ് വന്നിട്ടില്ല, പിന്നെ ഒരാൾ മുറിച്ചിട്ട് തരാൻ നിൽക്കണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മള് ഓരോന്നും ആ ഓതാൻ തുടങ്ങണതിന്റെ മുമ്പ് ഒന്ന് വായിൽ വെള്ളം കുപ്പിളിക്കണം. അതാണ് അഴൂത്. അഴൂത് കൊണ്ടൊന്ന് വായു വൃത്തിയാക്കുക, എന്നിട്ട് വേണം ബിസ്മില്ലാ ഓതാൻ തുടങ്ങാൻ. അങ്ങനെ എൻ്റെ സഹോദരിമാരെ ഹാജാത്തങ്ങൾ ഓതി. ഹാജാത്തങ്ങൾ ആ മരത്തിന്റെ തണലിരുന്നിട്ട് അങ്ങനെ ഖുർആൻ ഓതി. പകൽ മുഴുവനും ഓതിയപ്പോൾ 1 ഖത്തം, രാത്രി ഓതിയപ്പോൾ 1 ഖത്തം, രാത്രി 1 ഖത്തം, പകൽ 1 ഖത്തം. ഖുർആൻ ഇങ്ങനെ ഖത്തം തീർത്തു. ഖുർആൻ ഖത്തം തീർന്ന് ദുആ ചെയ്യുമ്പോൾ മുസാഫിൽ തന്നെ നമുക്ക് ഖത്തമുൽ ഖുർആന്റെ ദുആന്റെ ആമുഖമായി ചില മുസാഫിൽ കൊടുത്തത് കാണും. ഖത്തമുൽ ഖുർആൻ ദുആഇന് 4000 മലക്കുകൾ ആമീൻ പറയും. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഖുർആന്റെ ശബ്ദം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ 4000 മലക്കുകൾ ആമീൻ പറയും. അത്ര പ്രധാനമാണ് ഖുർആൻ പാരായണം. ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ ഖുർആൻ ഖത്തം ചെയ്യുമ്പോൾ അതാ ചുറ്റുഭാഗത്തുനിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്. ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ, ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖത്തം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഓതി അപ്പൊ തന്നെ മറുപടി കിട്ടാം. അങ്ങനത്തെ പദവിയിലുള്ള ആളാണ് ഖാജാത്തങ്ങൾ. ആ ഖാജാത്തങ്ങളെ കൂടെ അവരെ കൂടെ ചേർത്ത് തരണേ എന്നാണ് നമ്മൾ ദ്വാരക്കണത്. മുത്തു മുഅ്മിനുകളെ, അവരെ കൂടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് നന്നാവണം. വെറുപ്പില്ലാത്ത ഹൃദയം, വിദ്വേഷമില്ലാത്ത ഹൃദയം, അസൂയയില്ലാത്ത ഹൃദയം, ഗീബത്ത് നമീമത്തില്ലാത്ത നാവ്, അല്ലാഹു റബ്ബി, വിശ്വസ്തമായ മനസ്സ്. ആരായിട്ടും കാര്യമില്ല. അമാനത്ത് നഷ്ടപ്പെട്ട ഒരാൾക്ക് വില നഷ്ടപ്പെട്ടു. അതാണ് റസൂലുള്ളാഹി തങ്ങൾ എപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബാക്കൾക്ക് നസീഹത്ത് നടത്തി ഏത് അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമാനത്തിനെ പറ്റി ഉണർത്താതെ പോയിട്ടില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് അമാനത്ത്. വിശ്വാസ വഞ്ചന എന്നത് ഇസ്ലാമിക ജീവിതത്തിൽ വളരെ കഠിനമായ വിഷയം ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് ഈ റമളാനു ശരീഫിന്റെ മുഖത്ത് എത്തി നിൽക്കുന്ന നാം നല്ല പോലെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവേ, ഖൈറായതൊക്കെ നൽകണേ അല്ലാ, ഷർറായതിൽ നിന്നൊക്കെ കാവൽ നൽകണേ അല്ലാ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യമായ ഉപദേശങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നാണ് നമുക്കൊരു 10 ദിക്ർ ചൊല്ലിയിട്ട് നമുക്കൊരു ദ്വാർക്കും കൂടി ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാ എല്ലാവരും ഒന്നിന് പോരി. ഇതാ ഇവിടെ നല്ല സ്ഥലമുണ്ട്, ഒന്നിന് പോന്നാണ്. ഏതായാലും നമ്മൾ ഇത്ര സമയമായില്ല. ബിസ്മില്ല, എല്ലാവരും ഒന്നിന് മുന്നിക്ക് പോയി നമുക്കൊന്ന് നന്നായിട്ട് എല്ലാവരും അൽഹംദുലില്ലാ നമുക്ക് ഒരുമിച്ചൊന്ന് ദുആ ചെയ്തിട്ട് ഖാജാ തങ്ങളുടെ ആ 2 വരി ചൊല്ലേ നമുക്ക്. യാ ശൈഖനാ യാ ഖുതുബ ദാഇറത്തൽ വിലായത്തി ഗൗസന അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹു. അവിടെ തന്നെ നിൽക്കാൻ നേർച്ചയാക്കിയോലും അവിടെ തന്നെ ഒന്നുകൂടി, അല്ലാത്തവരും പോന്നാൽ മതി. നേർച്ചക്കടം വീടണമെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് കരുതിയോലും തന്നെ നിൽക്കണം. സ്വാറശാദി ദേവുഹും സഅദി ബിനളിരിം മിൻകുമു അൽ മദദ് യാ ശൈഖ അജ്മീർ മുഈനുദ്ദീനി ലാ ഇലാഹ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബകും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 12 ഹർഫാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 12 എത്രയായി?
24. സൂര്യനെ നിയന്ത്രിക്കുന്നത്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്, കടല് നിയന്ത്രിക്കുന്നത്, വായു നിയന്ത്രിക്കുന്നത് ഈ 24. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഓരോരുത്തരും സ്വന്തം ചെല്ലണം, പടച്ചോനെ മാത്രം വിചാരിച്ചിട്ട്. നമ്മൾ മരിച്ചാൽ 70,000 ചെല്ലലുണ്ട്. അത് കിട്ടിയെങ്കിൽ വരവ് വെക്കാം. അത് കിട്ടിയെങ്കിൽ വരവ് വെക്കാം. ആരാ ചെല്ലാൻ ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം നമുക്കറിയോ? നമ്മൾ മരിക്കണതിന് മുമ്പ് ആരാ മരിക്കുക, ശേഷം ആരാ മരിക്കാന്ന് നമുക്കറിയോ? ഞമ്മക്ക് വേണ്ടി ഒരു 70,000 ആരെന്നെ ചെല്ലണം? നമ്മളെന്നെ ചെല്ലണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മൊയ്ലിയാർ പാപ്പ, ബഹുമാനപ്പെട്ട കക്കടിപ്പുറ ഉസ്താദ്, അങ്ങനെയാണ് തുടങ്ങിയിട്ട് ആര് നോക്കിങ്ങൾ 70,000. എത്ര 70,000 അവരൊക്കെ ചെല്ലിയത്. ഇപ്പൊ അടുത്ത് വഫാത്തായി കളന്തോട് ഉസ്താദ് 12 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ഹജ്ജ് ചെയ്തത്. ഓരോ ഹജ്ജിന്റെ സമയത്തും 70,000 ചെല്ലി. അങ്ങനെ 70,000 ചെല്ലിയ ആളാണ് മൂപ്പര്. നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളിങ്ങനെ ചെല്ലണം. സ്വന്തം മരിച്ചിട്ട് ആരെങ്കിലും ചെല്ലുക, അൽഹംദുലില്ലാ നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമല്ലോ, അള്ളാഹു കബൂലാക്കട്ടെ. മരിച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്നെഴുതിയിട്ട് മാത്രം കാത്തിക്കണ്ട. അപ്പത്തൊക്കെ കുട്ടികൾ അങ്ങനെയാണ്, ഒക്കെ ഇങ്ങനെ വാട്സപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. വാട്സപ്പിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് വാട്സപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തുണിയും കുപ്പായം തിരുമ്പി തരുന്നേ, ഭക്ഷണം ഉണ്ടാക്കി തന്നെ, അടുക്കളയിൽ പണിയൊക്കെ എടുക്കുന്ന ഒരു സ്ത്രീ, അതാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. വാട്സപ്പിൽ പൊക്കിയാൽ കിട്ടുക. അക്ക് മനസ്സിലായോ? ആ വാട്സപ്പ് പ്രകാരം ഉമ്മാനെ നോക്കിയാലേ ഇതേ കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ നോക്കി നിന്നാൽ പാടി പറ്റൂല. എല്ലാം വാട്സപ്പും യൂട്യൂബുമാണ്. നാളെ നമ്മളൊരു ചങ്ങായി എനിക്ക് കാണിച്ചു തന്നു. എന്താ, ഒരാളെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആൾ മരിച്ചിരിക്കണം. അപ്പോൾ വേഗം വേറൊരാൾക്ക് മെസ്സേജ്, എടാ എൻ്റെ അടുത്ത് ഒരു ഇന്നാലില്ലായി ഉണ്ടെങ്കിൽ അയച്ചോണ്ടാ, കുടുംബത്തിൽ ഒരാൾ മരിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരാൾ മരിച്ച വകീനോ അർജന്റ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഏതാണ്? ഒരു ഇന്നാലില്ലായി നമ്മളാണ് അയച്ചു കൊടുത്താൽ പൂർത്തിയായി. ഇങ്ങനത്തെ ഒരു കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. പടച്ചോൻ കാക്കട്ടെ. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ മരിച്ചോര് ചെയ്യും. നമ്മളെ ഉസ്താദ്മാരൊക്കെ പള്ളിക്കൽ മയ്യത്ത് വന്നാൽ ഇപ്പോൾ ഒരു തൗബ ചെയ്യുമല്ലോ അല്ലേ? ഇവിടെയൊക്കെ ഇല്ല അത്, ഇവിടെയൊക്കെ ഇല്ല അത്. മയ്യത്ത് മുന്നിൽ വെച്ച് കാണി നമ്മളെ ഈ മുന്നിലുള്ള ജനാസ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന് പറഞ്ഞ ആളതാണ്. അയാൾ അങ്ങനെ നടന്നീന ആളാണ്, ഇങ്ങനെ നടന്നീന ആളാണ്. അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, ഹക്കടപാടുണ്ടെങ്കിൽ മക്കളോട് ചോദിക്കണം. ഒരു പള്ളിക്കെന്ന് മൊയ്ലിയാർ പറഞ്ഞു, വാക്കടപാടുണ്ടെങ്കിൽ ഒക്കെ പൊരുത്തപ്പെടണം, ഹക്കടപാട് വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദാലി ഇവിടെ ഉണ്ട്, ഓനോട് ചോദിക്കണം എന്നാണ്. അപ്പം രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദാലി ഓൻ തരാളുകൊണ്ട് തന്നാൽ മതി. ഇനിയാണ് അടച്ച തമ്പുരാൻ, ഇങ്ങനത്തെ മഹന്മാരിനെ കണ്ടുകാണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ ഒക്കെ വീട്ടിക്കോളി. നമ്മൾ മുഹമ്മദാലി വീട്ടിൽ നിന്ന് എത്തിക്കാണ്ട് മരിച്ചാൽ വേണ്ടി കത്തിക്കണ്ട. നമ്മളെ ഖബറിലൊക്കെ നമ്മളാണ് ചെല്ലണം. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് ചെല്ലിയ ഒരു ഹൃദയത്തിന്റെ ഉടമയാണോ, അവന്റെ മുഖത്തേക്ക് നരകത്തിന്റെ പുക വരൂല. അവന്റെ ഖബറിലേക്ക് തീനാളത്തിന്, നിങ്ങളുണ്ടെങ്കിൽ ഈ 1000 വോൾട്ടുള്ള ബൾബ് അതിങ്ങനെ കത്തി അതിന്റെ അടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ചൂടുണ്ടാവും അല്ലേ? സൂര്യൻ നട്ടുച്ചമത്ത് അത്ര ഉയർത്തുന്ന ഒതുക്കണം, എന്നാൽ തന്നെ ചൂട്, നരകത്തിന്റെ ചൂട് എത്രയായിരിക്കും? ആ ചൂടിന്റെ ഒരു തീനാളം നമ്മുടെ മുഖത്തേക്ക് വരാതെ കാവലാകാൻ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ഉമ്മ പങ്ങന്മാർ, സഹോദരന്മാരെ, നമ്മൾ സ്വന്തം ചൊല്ലിയെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. ആഖിറത്തിലേക്ക് ബാക്കിയുള്ളവരൊക്കെ ചൊല്ലാൻ നമുക്ക് വരട്ടെ. മക്കളൊക്കെ കൂടി 70,000 ചൊല്ലി. നമ്മൾ സുന്നത്തിയമായത്തിന്റെ വിശ്വാസികളാണ്. അള്ളാഹു നമുക്ക് ആ വരുമാനമൊക്കെ തരട്ടെ. പക്ഷേ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇതിന് തൗഫീഖ് ഉണ്ടാകുക എന്നറിയില്ല. അള്ളാഹുവേ, ഞങ്ങളൊക്കെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ഖുർആൻ കേട്ട് കിടക്കുന്നവരാക്കണേ അല്ലാ. ആരുടെ യാസീനും കേൾക്കാത്ത വഹാബി ഖബറിലാക്കല്ലേ അല്ലാ. ആരുടെ ഫാത്തിഹയും കിട്ടാത്ത മൗദൂദി ഖബറിലാക്കല്ലേ അല്ലാ. ആരുടെ സലാമും കിട്ടാത്ത തമ്മാടികളെ ഖബറിലാക്കരുതേ അല്ലാ. നമ്മളെ ഖബറിലേക്ക് നമ്മൾ തന്നെ കരുതി വെക്കണം. മഹാന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. അപ്പൊ നമ്മളെല്ലാവരും ഈ റജബ് മാസത്തിൽ നമ്മളാണ് തീരുമാനിക്കുക, 25 രാവ് ആകുമ്പോത്തിന് ഞാനൊരു 70,000 ചെല്ലട്ടെ. അപ്പൊ നിങ്ങൾക്ക് 100 കണക്കാക്കി ചെല്ലുന്നവരുണ്ടാവും, 1000 കണക്കാക്കി ചെല്ലുന്നവരുണ്ടാവും, 5000 കണക്കാക്കി ചെല്ലുന്നവരുണ്ടാവും. ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെല്ലിക്കോട്ടെ. ഇനി അല്ലേ അറഫ ആകുമ്പോത്തിന് ചെല്ലിക്കോട്ടെ. ഓരോരുത്തരും ഒരു കാൽക്കുലേഷൻ ആണല്ലേ നമുക്ക് അല്ലേ? കൊട്ടക്കണക്കിലല്ല ചെയ്യേണ്ടത്. ഇന്നാളൊരാളോട് കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, അല്ലോട്ടേ നോലുമ്പത്തിരിയായി ചോദിച്ചു.
എന്താ ഉസ്താദെ എണ്ണീറ്റ് മറ്റേ മാസം കാണുമ്പോൾ നിർത്താം. ഇങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? ഇതിന്ന് ഏതാണ് 21-ാം രാവാണോ 17-ാം രാവാണോ എന്നൊക്കെ ഒരു പുടുത്തം നമ്മളെടുത്ത് വേണ്ടേ? ഇത് കൊട്ടക്കണക്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് എണ്ണം പിടിക്കണം. നാളെ ആഖിറത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒന്നിരിക്കൽ തസ്ബീഹ്മാല അല്ലെങ്കിൽ നമ്മളെ വിരല് ഇങ്ങനെ എണ്ണം പിടിച്ചും കൊണ്ട് എന്താ കാരണം? മരല്ലേ നിൽക്കണത്. ഓ തുക്കല്ലിമുന ഐദീഹിം. നാളെ ആഖിറത്തിൽ വരുമ്പോൾ കൈകൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും. അപ്പൊ നമ്മളെ കൈകളാണ് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു തആല കയ്യിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ അപ്പ കയ്യ് സുബഹി നിസ്കരിച്ചാണ് അവിടെ തുടങ്ങാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സ്വല്ലല്ലാഹു ഖുൽ ഹുവല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൈകളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മളെ കൈ സംസാരിക്കുന്നത് മുഴുവനും ഏതാണ്? അല്ലാ അല്ലാ അല്ലാ. അതാ കൈമ എണ്ണം പിടിക്കണം. 33, 4444, 70,000 എണ്ണങ്ങൾ തസ്ബീഹ്മാല ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാതെ കൊട്ടക്കണക്കിൽ ഇങ്ങനെ ചൊല്ലി തീർത്താൽ മതിയോ? അങ്ങനെ കൊട്ടക്കണക്കിൽ ഇസ്ലാമിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ളുഹർ 4 റക്അത്ത്, മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ശേഷം 2 റക്അത്ത് സുന്നത്ത്. മയ്യത്ത് നിസ്കരിക്കാൻ 4 തക്ബീറോട് കൂടെ ഏതും എണ്ണം കണക്കാക്കി കൃത്യാക്കിയിട്ടാണ് അല്ലേ? മാനാഞ്ചിറ കുളം എന്നറിയാം എത്ര കൊട്ട മണ്ണ് വേണ്ടി വരും എന്ന് വെച്ചു. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു കുളത്തിൻ്റെ അത്ര വലിപ്പമുള്ള കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മതിയാവും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ കൊട്ടക്കണക്കിലല്ല ഇത് ഉണ്ടാക്കേണ്ടത്. അതിനൊക്കെ എന്തുണ്ട്? അതിന് എണ്ണോ മണ്ണോ ഒക്കെ അതിൻ്റെ സമയമുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. കൂടേണ്ടത് കൂടുക, കിട്ടേണ്ടത് കിട്ടുക, ചേർക്കേണ്ടത് ചേർക്കുക. അപ്പം നമ്മളെണ്ണങ്ങൾ പഴയ അമ്മാരെടുത്ത് കണ്ടോ തസ്ബീഹ്മാല ഇങ്ങനെ. പണ്ട് ഈ കരണ്ടും വെളിച്ചമൊക്കെ എപ്പോഴും പോകും. മുഹമ്മദ് അലി എഞ്ചാവടിയും പിന്നെ കരണ്ട് കിട്ടിയിരിക്കണ കാരണം നമ്മളോടുന്ന ഒരു കാക്ക എന്നാൽ എനിക്കും ഇരുട്ടത്ത് ചോറ് കഴിച്ചാനായി. കാരണം ചോറിങ്ങനെ ഉരുള ഉറ്റിങ്ങോണ്ട് നിൽക്കുമ്പോഴാണ് കരണ്ടാണ് പോവുക. അപ്പം കരണ്ട് കിട്ടിയിരിക്കണ കാരണം പണ്ടൊരു കാരനോല് പറഞ്ഞത് എനിക്കും ഇരുട്ടത്ത് ചോറ് കഴിച്ചാൽ. അതാണ് പണ്ടത്തെ കാലം. അന്ന് നമ്മളെ തസ്ബീഹ്മാല മക്കത്തുനിന്ന് കൊണ്ടുവരുന്ന മാലിന്യം എങ്ങനെയാണ് ഉണ്ടാകല്? ലൈറ്റാണ് പോയാൽ ആ മാല എങ്ങനെ ലംഘും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇപ്പം നിങ്ങൾക്ക് ആ മാല ഷർത്ത് പോരാ. പഴമക്കാർ ഇതൊക്കെ നോക്കിയാൽ. കാരണം എന്തുകൊണ്ട്? ഈ മാല തസ്ബീഹും ചൊല്ലി ഇങ്ങനെ നടക്കാൻ പറ്റി പെട്ടെന്ന് ലൈറ്റാണ് പോയാൽ ഈ മാലമ്മന്നെ ഒരു ലൈറ്റ് വരും, തപ്പി തടഞ്ഞു പോകൂല. പഴമക്കാർ ചെയ്തു കൊടുത്തൊക്കെ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. അപ്പം നമ്മൾ എന്ത് വേണം? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരുമാണ് ചെല്ലുക. നമുക്കൊരു 10 എണ്ണപ്പാട് ഉദ്ഘാടനം ചെയ്യല്ലേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇതിലിപ്പോൾ എത്രയോ ആൾക്കാർ ചെല്ലി തീർത്തോലുണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ വകങ്ങളോടൊന്ന് പറഞ്ഞു തന്നതാണ്. എത്ര ചെല്ലി ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇതിൽ. അള്ളാഹു എന്നെ കബൂലാക്കണേ അള്ളാഹ്.